നീ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് അവളെ പഠിപ്പിച്ച് ജോലി ഉണ്ടാക്കി കൊടുക്കടാ. ഞാൻ എന്തേലും ജോസേട്ടാ. എന്തെങ്കിലും ആവട്ടെ. എവിടുന്നടാ ചെക്കൻ? എവിടുന്നാ? അതൊക്കെ ഉണ്ട് ജോസേട്ടാ. നിങ്ങളെ കുട്ടനല്ലേ? അല്ല പൊട്ടൻ, ഞങ്ങൾക്ക് കണ്ടൂടെ പത്രം വായിച്ചോണ്ടിരിക്കുന്നത്? ചൂടാവല്ല. ജോസേട്ടൻ വായിച്ചിട്ടുണ്ടാ? ഞാനിപ്പോ വായിക്കണം. അത് കഴിഞ്ഞ് ജോസേട്ടൻ വായിച്ചാൽ മതി. ഇയാളത് എങ്ങനെ ശരിയാവണേ? നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വായിക്കാണ്. അതല്ലേ സമയലാഭം. ജോസേട്ടൻ പണി നോക്കി ഞാൻ അത് കഴിഞ്ഞ് തരുള്ളൂ. ഇങ്ങോട്ട് തന്നടൊക്കെ തരടാ. ശല്യം എന്ത് മാറണത്? മനുഷ്യൻ പേപ്പറിന് വിട്ടേ. ഞാൻ വായിക്കട്ടാ. എന്റെ പോകാൻ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണേ? ഇവന്മാര് ഇന്ന് ഈ കട പൊളിക്കോ? ഓരോരോ മാരണങ്ങൾ രാവിലെ തന്നെ കയറി വന്നോളും. എന്ത് പറയാനാ? ഇവിടെ എന്താ പ്രശ്നം? എന്ത് പറയാനാ? രാവിലെ തന്നെ ജോസേട്ടൻ വള്ളി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കുട്ടനാണെങ്കിൽ വിടുന്ന ലക്ഷണം കാണാനല്ല. നീ ഒന്ന് വിളിച്ചിട്ട് പോയടാ. അഖിലേ, വായിച്ചിട്ട് പോയാ നീ എവിടെ ഇരുന്ന് വായിച്ചിട്ട് പോയാ നീ വായിച്ചിട്ട് പോയാ നീ ഇരുന്നിട്ട് വായിച്ചിട്ട് പോയാ ഇരിക്കണ. നീ എന്താണ് ഇവിടെ? നല്ല വീട്ടിലേക്കൊന്നും വന്നില്ലല്ലോ. എന്തായിരുന്നു കാരണം? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. മുതിർന്നവരുടെ കാര്യത്തിൽ ഇവിടെ തരും. ഭയങ്കര ഇഷ്ടം. വാങ്ങിച്ചാടാ. ആ കാറ് നാറ്റിക്കാതറാ. അല്ല, ഇതിപ്പോ എന്റെ കടയാണ് അല്ലെങ്കിൽ അവന്റെ കടയാണ്? ഇവന്മാരെങ്ങനെ വിട്ടാ ശരിയാവില്ല. അടുത്ത വാങ്ങണം. ഇവന്റെ കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്. ഓ വേണ്ടായേ. നീ കേക്കണത്? ഞാന് ഇവന്റെ കുട്ടനെ പേപ്പർ ഒന്ന് വാങ്ങി. നോക്കന്റെ പേപ്പർ വായിക്കണ്ടാ. പേപ്പർ ചോദിച്ചിട്ട് തരാൻ മതി. അന്നപ്പോ പേപ്പർ വായിച്ചിട്ട് പോയാൽ മതി. അതെ ഇതെ ഞാൻ വായിച്ചിട്ട് പേപ്പറാ. ഇത് എപ്പോ വായിച്ചിരിക്കുന്നത് ഞാൻ തീരുമാനിക്കും. അതിന് ജോസേട്ടൻ എന്റെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ നിൽക്കണമെന്നേ. ഇയാൾ അതിന്റെ ഇടയിൽ കൂടെ ഇയാൾക്ക് പണി വരും. വെറുതെ രാവിലെ ഒരു മനുഷ്യനെ മെക്കെട്ട് കയറാൻ വേണ്ടിട്ട് ഒരു പണി പണിയിലാണെങ്കിൽ എപ്പോ വായിച്ചിരിക്കുന്നത് ഞാൻ